ചന്ദ്രഗിരി കാട് കാഠ്മണ്ഡു താഴ്വരയുടെ തെക്പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് താങ്കോട്ടിലേക്കുള്ള റോഡ് മിക്കവാറും നല്ല നിലയിലാണുള്ളത്. പക്ഷേ ചില ഭാഗങ്ങളിൽ വളവുകളും കയറ്റങ്ങളും കൂടുതലാണ്. യാത്രക്ക് കുറഞ്ഞത് 40-45 മിനിറ്റെങ്കിലും എടുക്കും. ഈ പാതയുടെ ഭൂരിഭാഗവും ടാർ ചെയ്യാത്തതായിരുന്നു. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത് വളരെ ദുർഘടമായ യാത്രയായി മാറുമായിരുന്നു. 8.8 കിലോമീറ്റർ നീളമുള്ള ഈ പാതയുടെ ശരാശരി ചെരിവ് 12.56% ആയിരുന്നു. ചന്ദ്രഗിരി കുന്നുകളിലേക്കുള്ള യാത്ര മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞതാണ്. കാഠ്മണ്ഡു നഗരത്തിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പ്രകൃതി സ്നേഹികൾക്കും സാഹസിക യാത്രകൾ ആസ്വദിക്കുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ഇവിടം സാഹസിക വിനോദങ്ങൾക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനും അനുയോജ്യമായ ഒരിടമാണ്. ഈ യാത്രയിൽ താങ്കൾക്ക് പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ പ്രദേശങ്ങളിലൂടെയും വളഞ്ഞുപൊളഞ്ഞ റോഡുകളിലൂടെയുമുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. രാവിലെ പോവുകയാണെങ്കിൽ കാഴ്ചകൾ വ്യക്തമായി കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സ്വകാര്യ വാഹനം വാടകയ്ക്കെടുക്കാം, അല്ലെങ്കിൽ പൊതുഗതാഗത മാർഗങ്ങളും ഉപയോഗിക്കാം. കാഠ്മണ്ഡു താഴ്വരയുടെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തായി താങ്കോട്ടിന് സമീപമാണ് ചന്ദ്രഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. കാഠ്മണ്ഡു നഗരത്തിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ് ഇത്. ചന്ദ്രഗിരി കുന്നുകളിൽ നിന്ന് കാഠ്മണ്ഡു താഴ്വരയുടെയും ചുറ്റുമുള്ള പർവ്വതനിരകളുടെയും മനോഹരമായ കാഴ്ചകൾ കാണാം. മഞ്ഞുകാലത്ത് ഇവിടെ മഞ്ഞുവീഴ്ചയും ഉണ്ടാകാറുണ്ട്. ചന്ദ്രഗിരി കുന്നുകളിലേക്ക് കേബിൾ കാർ മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാം. സിപ്പ് ലൈൻ, സ്വിംഗ്, വാൾ ക്ലൈംബിംഗ്, ഫ്രീ ഫോൾ, കുതിരസവാരി തുടങ്ങിയ നിരവധി വിനോദങ്ങൾ ഇവിടെയുണ്ട്. കുന്നിൻ മുകളിലെത്തിയാൽ വിശാലമായ കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മഞ്ഞണിഞ്ഞ ഹിമാലയൻ കൊടുമുടികൾ, താഴെ പരന്നു കിടക്കുന്ന കാഠ്മണ്ഡു താഴ്വര, പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി എന്നിവയെല്ലാം ചന്ദ്രഗിരിയിൽ നിന്ന് കാണാം. കൂടാതെ ചരിത്ര പ്രസിദ്ധമായ ഭലേശ്വർ മഹാദേവ ക്ഷേത്രം സന്ദർശിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. എവറസ്റ്റ്, ലാങ്താങ്, അന്നപൂർണ തുടങ്ങിയ ഹിമാലയൻ കൊടുമുടികളുടെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാം. 2551 മീറ്റർ ഉയരമുള്ള ഈ കുന്നിൻ മുകളിൽ നിന്ന് കാഠ്മണ്ഡു താഴ്വരയുടെയും ഹിമാലയൻ പർവ്വതനിരകളുടെയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. ചന്ദ്രഗിരി വനത്തിൽ നിന്ന് കാണുന്ന എവറസ്റ്റ് കൊടുമുടിയുടെയും കാഠ്മണ്ഡു താഴ്വരയുടെയും മനോഹരമായ കാഴ്ചകൾക്ക് അതിമനോഹരമായ സൗന്ദര്യമുണ്ട്. വ്യക്തമായ കാലാവസ്ഥയിൽ ചന്ദ്രഗിരിയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി കാണാം. കൂടാതെ കാഠ്മണ്ഡു താഴ്വരയുടെ വിശാലമായ കാഴ്ചകളും ഇവിടെ നിന്ന് ലഭിക്കും. ശൈത്യകാലത്ത് കൊടുമുടിയുടെ മുകൾ ഭാഗം ഹിമത്താൽ മൂടപ്പെട്ടിരിക്കും. ഇത് കാഴ്ചയ്ക്ക് കൂടുതൽ മനോഹാരിത നൽകുന്നു. ചന്ദ്രഗിരിയിൽ നിന്ന് നോക്കുമ്പോൾ കാഠ്മണ്ഡു താഴ്വരയുടെ വിശാലമായ കാഴ്ചകൾ ലഭിക്കുന്നു. ഇത് പ്രകൃതിയും നഗരവും തമ്മിലുള്ള മനോഹരമായ സംയോജനമാണ്. വളവുകളും കയറ്റങ്ങളും ഉള്ള ഈ ചന്ദ്രഗിരി വനത്തിലൂടെ ഉള്ള കാർ യാത്ര അതിമനോഹരമാണ്. വാഹനം ഓടിക്കുന്നതിന്റെ ക്ഷീണം പോലും നമുക്ക് തോന്നില്ല. എനിക്ക് ഇപ്പോൾ 73 വയസ്സുണ്ട്. ഇത് ഒരു അനുഭവം തന്നെയാണ്. ചിറ്റ്ലാൻ നേപ്പാളിലെ ഒരു പ്രധാന ന്യൂവാർ ഗ്രാമമാണ്. ഇത് ചന്ദ്രഗിരി കുന്നുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു.
കൂടാതെ ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പഴയ വ്യാപാര പാതയിലെ ഒരു പ്രധാന സ്ഥലമായിരുന്നു ഇത്. ഹൈക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം. കാഠ്മണ്ഡുവിൽ നിന്ന് ഹൈക്കിങ്ങിന് തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ചിറ്റ്ലാങ്. പ്രധാന ആകർഷണങ്ങൾ. ചിറ്റ്ലാങ്ങിൽ നിരവധി പുരാതന ക്ഷേത്രങ്ങളും കുന്നുകളും പ്രകൃതിദൃശ്യങ്ങളും ഉണ്ട്. താമസ സൗകര്യങ്ങൾ. ചിറ്റ്ലാങ്ങിൽ താമസിക്കാനായി നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഉണ്ട്. എത്തിച്ചേരാൻ. കാഠ്മണ്ഡുവിൽ നിന്ന് ചിറ്റ്ലാങ്ങിലേക്ക് റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാം. കൂടാതെ ഹൈക്കിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് കാൽനടയായിട്ടും പോകാം. ചിറ്റ്ലാങ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് 27 കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ഒരു ഗ്രാമമാണ്. ഈ കൊച്ചു ഗ്രാമം പ്രധാനമായും അറിയപ്പെടുന്നത് മനോഹരമായ കാഴ്ചകൾ, മലനിരകൾ, ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പഴയ വ്യാപാര പാതകൾ എന്നിവയുടെ പേരിലാണ്. ചിറ്റ്ലാങ് പച്ചപ്പ് നിറഞ്ഞതും മനോഹരവുമായ ഒരു ഗ്രാമമാണ്. സഞ്ചാരികളെ ആകർഷിക്കുന്ന മലനിരകളും കാഴ്ചകളും ഇവിടെയുണ്ട്. ചരിത്രപരമായ പ്രാധാന്യം. ചിറ്റ്ലാങ് പുരാതനമായ ഒരു നെവാരി ഗ്രാമമാണ്. 400 മുതൽ 750 വരെ നിലനിന്നിരുന്ന ലിച്ചാവി കാലഘട്ടത്തിലെ ലിഖിതങ്ങൾ ഇവിടെയുള്ള ഗണേശൻ ഗ്രാമത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മലനിരകളിലൂടെ കാൽനടയാത്ര ഇഷ്ടപ്പെടുന്നവർക്കും വൈവിധ്യമാർന്ന പക്ഷിവർഗങ്ങളെ നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചിറ്റ്ലാങ് ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഈ ഗ്രാമത്തിന്റെ ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷം പല കവികളെയും എഴുത്തുകാരെയും ആകർഷിക്കുന്നു. തമാങ്, നുവാർ, ബ്രാഹ്മണർ തുടങ്ങിയ വിവിധ സംസ്കാരങ്ങളിലെ ആളുകൾ ചിറ്റ്ലാങ്ങിൽ ഒരുമിച്ച് താമസിക്കുന്നു. ശിഖർ ധാം, ഒരു ശിവക്ഷേത്രം, ലിച്ചാവി രാജാവ് ഉദയവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ പുരാതന ലിഖിതങ്ങൾ എന്നിവ ഇവിടെയുണ്ട്. നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയോടിണങ്ങി വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിറ്റ്ലാങ് ഒരു മികച്ച യാത്രാ കേന്ദ്രമാണ്. ചിറ്റ്ലാങ് കുന്നുകളും പരമ്പരാഗത വീടുകളും ചേർന്ന ഒരു മനോഹരമായ ഗ്രാമമാണ്. പ്രകൃതി, പ്രചോദനം, സംതൃപ്തി എന്നിവയുടെ സമന്വയമാണ് ഇവിടം. ചിറ്റ്ലാങ് നേപ്പാളിലെ ഒരു പുരാതന ഗ്രാമമാണ്. ചന്ദ്രിത് ചരിത്രപരമായി വളരെ പ്രാധാന്യമർഹിക്കുന്നു. കാഠ്മണ്ഡുവിൽ നിന്ന് ഹൈക്കിങ്ങിന് പോകുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാണ് ചിറ്റ്ലാങ്. ചിറ്റ്ലാങ് കൃഷിരീതികൾ പ്രധാനമായും പരമ്പരാഗത രീതിയിലുള്ളതാണ്. ഇവിടുത്തെ പ്രധാന വിളകൾ നെല്ല്, മകരം, ഉരുളക്കിഴങ്ങ്, കടുക്, പച്ചക്കറികൾ എന്നിവയാണ്. ഈ പ്രദേശത്ത് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണുമുണ്ട്. കാർഷികവൃത്തി ഈ ഗ്രാമത്തിലെ പ്രധാന വരുമാന മാർഗമാണ്. ചിറ്റ്ലാങ് താഴ്വരകളിൽ നെൽകൃഷി പ്രധാനമാണ്. മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് കൃഷി. ചിറ്റ്ലാങ് ഉരുളക്കിഴങ്ങിന്റെ ഉത്പാദനത്തിന് പേരുകേട്ടതാണ്. ഇവിടെയുള്ള കുന്നിൻ പ്രദേശങ്ങളിൽ ഉരുളക്കിഴങ്ങ് കൃഷി വ്യാപകമാണ്. പച്ചക്കറി കൃഷി, തക്കാളി, കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ വിവിധതരം പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുന്നു. ചിറ്റ്ലാങ് തടാകത്തിൽ മത്സ്യബന്ധനം നടത്തുന്നു. ചിറ്റ്ലാങ് ഗ്രാമത്തിലെ കൃഷിരീതികൾ ഇന്നും പരമ്പരാഗത രീതിയിൽ തന്നെയാണ് തുടരുന്നത്. ഇത് ഇവിടുത്തെ മണ്ണിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകതകൾ കൊണ്ടുകൂടിയാണ്. തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുന്ന വയലുകൾ ഈ ഗ്രാമത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ മണ്ണ് വിവിധതരം വിളകൾക്ക് അനുയോജ്യമാണ്. ചിറ്റ്ലാങ്ങിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഇവയാണ്. ചോളം, ഇത് ഇവിടുത്തെ ഒരു പ്രധാന ധാന്യവിളയാണ്. ഗോതമ്പ്, ചോളത്തെ കൂടാതെ ഗോതമ്പും ഇവിടെ കൃഷി ചെയ്യുന്നു. ബാർലിയും ഇവിടുത്തെ ഒരു പ്രധാന വിളയാണ്. പച്ചക്കറികൾ, വിവിധതരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നു. കൃഷിയെ കൂടാതെ മൃഗസംരക്ഷണവും ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗമാണ്. പ്രത്യേകിച്ച് ആട് വളർത്തലിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ആട്ടിൻപാലിൽ നിന്ന് ഉണ്ടാക്കുന്ന പനീർ, ഗോട്ട് ചീസ് ചിറ്റ്ലാങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ പനീർ അതിന്റെ ഗുണമേന്മയ്ക്കും രുചിക്കും പേരുകേട്ടതാണ്. സന്ദർശകർക്ക് പനീർ ഉണ്ടാക്കുന്ന രീതി പഠിക്കാനും അത് രുചിച്ചു നോക്കാനുമുള്ള അവസരവും ലഭിക്കുന്നു. ചിറ്റ്ലാങ്ങിലെ ജനങ്ങൾ പ്രധാനമായും പരമ്പരാഗത കൃഷി രീതികളാണ് പിന്തുടരുന്നത്. പക്ഷേ ജൈവകൃഷിക്കും ഇവിടെ പ്രാധാന്യമുണ്ട്. ചില പ്രാദേശിക ഫാമുകൾ ജൈവകൃഷി രീതികളെക്കുറിച്ച് പഠിക്കാനും കൃഷി ജോലികളിൽ പങ്കെടുക്കാനും അവസരം നൽകുന്നു. ഇത് സുസ്ഥിരമായ കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വഴിയാണ്. ചുരുക്കത്തിൽ ചിറ്റ്ലാങ് ഗ്രാമം അതിന്റെ മനോഹരമായ കൃഷിരീതികൾക്കും
പരമ്പരാഗതമായ കാർഷിക സംസ്കാരത്തിനും ഗോട്ട് ചീസ് ഉൽപ്പാദനത്തിനും പേരുകേട്ടതാണ്. ചിറ്റ്ലാങ് ഗ്രാമം അതിന്റെ പ്രാദേശികവും പരമ്പരാഗതവുമായ ഭക്ഷണത്തിന് പേരുകേട്ടതാണ്. അവിടെ ലഭിക്കുന്ന ചില പ്രധാന വിഭവങ്ങൾ ഇവയാണ്. ദാൽ ഭാത് നേപ്പാളിലെ ഒരു പ്രധാന വിഭവമാണിത്. ചോർ, പരിപ്പ് കറി, പച്ചക്കറി വിഭവങ്ങൾ, അച്ചാറുകൾ എന്നിവ ചേർന്നതാണ് ഇത്. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ: ചിറ്റ്ലാങ്ങിൽ തക്കാളി, ഉരുളക്കിഴങ്ങ്, ചീസ് എന്നിവ പോലുള്ള നിരവധി പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. പരമ്പരാഗത വിഭവങ്ങൾ: തമാങ്, നേവാരി സമുദായങ്ങളുടെ പരമ്പരാഗത വിഭവങ്ങളും ചിറ്റ്ലാങ്ങിൽ ലഭ്യമാണ്. ഇവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഈ വിഭവങ്ങൾക്ക് തനതായ രുചിയും പാരമ്പര്യവും ഉണ്ടാകും. പ്രാദേശികമായി ഉണ്ടാക്കുന്ന മുളകിന്റെ അച്ചാർ ചിറ്റ്ലാങ്ങിൽ വളരെ പ്രചാരമുള്ളതാണ്. ചിറ്റ്ലാങ്ങിൽ വിവിധ തരം താമസസൗകര്യങ്ങൾ ലഭ്യമാണ്. റിസോർട്ടുകൾ, വിശാലമായ സ്ഥലങ്ങളും ഡീലക്സ് മുറികളും ഉണ്ട്. ഹോം സ്റ്റേകൾ: ചിറ്റ്ലാങ് ഓർഗാനിക് വില്ലേജ് റിസോർട്ട് പോലുള്ള ഹോം സ്റ്റേകൾ ഗ്രാമീണ സൗന്ദര്യവും ആകർഷകമായ കാഴ്ചകളും വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ ഡബിൾ, ട്രിപ്പിൾ മുറികളും കൂടാതെ ടെന്റുകളും ലഭ്യമാണ്. വില്ലേജുകൾ, റിസോർട്ടുകൾ കൂടാതെ ഗ്രാമീണ ജീവിതത്തിന്റെ തനതായ അനുഭവം നൽകുന്ന ചെറിയ കുടിലുകളും ലഭ്യമാണ്. ചില താമസസ്ഥലങ്ങളിൽ പ്രാതൽ, ഉച്ചഭക്ഷണം, അത്താഴം എന്നിവ ഉൾപ്പെടുന്ന പാക്കേജുകൾ ലഭ്യമാണ്. ഒരു വ്യക്തിക്ക് ഏകദേശം 3000 നേപ്പാളി രൂപയായിരിക്കും ഇതിന് ചെലവ്. ചില റിസോർട്ടുകളിൽ വലിയ ഗ്രൂപ്പുകൾക്ക് താമസിക്കാൻ കഴിയുന്ന മുറികളുണ്ട്. ചിറ്റ്ലാങ്ങിലേക്ക് കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ ദൂരമുണ്ട്. റോഡിന്റെ അവസ്ഥ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഒരു മിനി ബസ്സിൽ അവിടെ എത്താൻ 2 മണിക്കൂറിലധികം സമയമെടുത്തേക്കാം. ചിറ്റ്ലാങ് ഓർഗാനിക് വില്ലേജ് റിസോർട്ട് പോലുള്ള ചില താമസസ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് പഴത്തോട്ടങ്ങളിലും തുറന്ന വയലുകളിലും നടക്കാനും ചുറ്റിക്കറങ്ങാനും ധാരാളം സ്ഥലമുണ്ട്. ചിറ്റ്ലാങ്ങിൽ കാൽനടയാത്ര പോലുള്ള പ്രവർത്തനങ്ങൾ ആസ്വദിക്കാനുള്ള അവസരങ്ങളുമുണ്ട്. Agricultural cultivation in Chitlan, Nepal. Chitlan, a village in Nepal, is known for its fertile soil and diverse agricultural practices, which are key to the local economy and lifestyle. Here's a detailed description of agricultural cultivation in Chitlan. Crops: staple crops, corn, maize, wheat, barley, and various vegetables form the backbone of cultivation in Chitlan. Other food crops: millet, potatoes, sugarcane, and oilseeds also contribute significantly to the local food system. Specialty crops: Chitlan has gained recognition for its organic goat cheese production, a testament to its focus on local resources and organic farming practices. Fruit:
Cultivation. Nepal also produces organic pears and other fruits, suggesting the potential for Chitlin to contribute to this sector as well. Farming practices. Traditional farming. Locals engage in traditional farming practices, passed down through generations, indicating a reliance on indigenous knowledge and sustainable methods. Integrated farming system. Livestock husbandry, forestry, and arable cropping are practiced together, creating a complex and interdependent system where each component influences the others. Organic farming. Interest in organic farming is growing in Nepal, according to a Madan Bandari University report. Many places, including areas in Chitlin, are still organic in nature, reflecting a natural suitability for organic agriculture. Labor-intensive practices. The difficult topography and diverse climate in the Mid-Hills region of Nepal, where Chitlin is located, necessitate labor-intensive farming practices. Reliance on monsoon rainfall. Nepalese agriculture, including in Chitlin, is heavily dependent on monsoon rainfall due to limited irrigation facilities in some areas. Small landholdings. Small landholding sizes are characteristic of agriculture in Nepal. Limited access to agricultural inputs. Lack of agricultural inputs, especially fertilizers, can pose a challenge, leading to fluctuations in crop production. Economic contribution. Primary livelihood. Agriculture and animal husbandry are the primary sources of livelihood for a significant portion of the population in Chitlin. Potential for growth. The increasing domestic demand for organic vegetables, combined with the region's suitability for organic farming, suggests potential for growth in Chitlin's agricultural sector. Potential for crop diversification. Pulses, particularly lentils, could play a vital role in crop diversification efforts, particularly in the western parts of Nepal. In essence, Chitlin's agricultural cultivation embodies a blend of traditional knowledge, integrated farming practices, and a growing embrace of organic methods to adapt to the region's unique geographical and climatic conditions. While facing challenges such as reliance on monsoon rainfall and limited access to inputs, Chitlin's agricultural sector is important for the local economy and presents opportunities for sustainable growth and diversification. Chitlin, a village in Nepal, offers a unique experience with its blend of history, nature, and local culture. Food is primarily traditional Nepali cuisine, with homestays and resorts providing comfortable accommodation options. Expect hearty meals like dal bhat and opportunities to experience local life through homestays. Food. Traditional Nepali cuisine. The most common food you'll find is dal bhat, rice, lentils, and vegetables, often served with achar, pickle, and other side dishes. Local specialties. Chitlin is also known for its fresh produce, so you can expect to enjoy locally grown fruits and vegetables. Homestay meals. If you choose to stay in a homestay, you'll likely have home-cooked meals prepared with fresh, local ingredients, giving you a taste of authentic Nepali village life. Resort dining. Resorts like Chitlin Resort offer a mix of Nepali and international cuisine, with options for breakfast, lunch, and dinner. Accommodation. Homestays. Homestays are a popular choice for travelers seeking an immersive experience.
They offer a chance to connect with local families, learn about their way of life, and enjoy home-cooked meals according to Holidify. Resorts. Chitlin offers several resorts, including the Chitlin Resort and Chitlin Organic Village Resort, which provide comfortable rooms, amenities, and dining options. Types of rooms. Resorts often offer a range of room types, from deluxe rooms that can accommodate larger groups to smaller, more intimate rooms. Weekend crowds. Be aware that Chitlin can get crowded on weekends, so it's advisable to book your accommodation in advance, especially if you're traveling during peak season. Other things to note. History. Chitlin has a rich history as a trading route between Tibet and India, with the Rolls-Royce Trail once passing through the village. Birdwatching. Chitlin is also known for its diverse bird life, making it a great destination for birdwatching. Culture. The village is also known for its cultural events, including the Kartik Purnima Nok Festival.